ഗായകൻ ശ്രീ ജി ശ്രീറാം നമ്മോടൊപ്പം ചിരിക്കുകയാണ്. ശ്രീ ജി ശ്രീറാം, എസ് ജാനകി യാത്ര പറയുമ്പോൾ, മലയാളത്തിൻ്റെ ജാനകി അമ്മ യാത്ര പറയുമ്പോൾ അത് മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം അത്രത്തോളം മലയാളികളുടെ ആ ഒരു സംഗീതാസ്വാദനത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട് അവർ. കാരണം തലമുറകൾ ഏതായിക്കൊള്ളട്ടെ, ആ നാദവിസ്മയം അനുഭവിക്കാത്ത, ആസ്വദിക്കാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല. എങ്ങനെയാണ് അവരെ അനുസ്മരിക്കുന്നത് താങ്കൾ? ഇപ്പോഴും അങ്ങോട്ട് എന്റെ യാഥാർത്ഥ്യം ഉള്ളിലോട്ട് കയറിയില്ല എന്നുള്ളതാണ് സത്യം. കാര്യം നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ ആണെങ്കിൽ പോലും നമ്മൾ ഒരു ദിവസം പോലും ഒരു പാട്ടെങ്കിലും കേൾക്കാത്ത ദിവസങ്ങളില്ല എന്നുള്ളതാണ് സത്യം. എന്നെ സംബന്ധിച്ച് എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കേട്ട് വളർന്നത് റേഡിയോയിലൂടെയാണ്. ഇവരുടെ എല്ലാം പാട്ട്, ജാനകി അമ്മയുടെ, അതുപോലെ സുശീലാമ്മയുടെ, ദാസാറിന്റെ, ജയേട്ടന്റെ, ഇവരുടെ എല്ലാവരുടെയും പാട്ട് കുട്ടിക്കാലം മുതൽ റേഡിയോ വഴി കേട്ട് ആ ശബ്ദമാണ് ഏറ്റവും കൂടുതൽ മനസ്സിൽ പതിഞ്ഞത്. പിന്നീടാണ് ഈ രൂപം നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഓരോ പാട്ട് കേൾക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്ന രീതിയിലാണ് ജാനകിയമ്മയെ കുറിച്ച് പറയുമ്പോൾ അവർ നമുക്ക് പാടി തന്നിട്ടുള്ളത്. ഓരോ പാട്ട് വെറുതെ അവർ പാടി വെച്ച ഒരു പാട്ട് ഏതെങ്കിലും ആയിക്കോട്ടെ, ആ പാട്ടൊന്നെടുത്ത് ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ എത്ര പെർഫെക്ഷനോട് കൂടിയാണ് ഓരോ പാട്ടും പാടിയിരിക്കുന്നത്. ഒരു പക്ഷേ സംഗീത സംവിധായകർ കുറച്ചു പേരെങ്കിലും മനസ്സിൽ കാണാത്ത രീതിയിൽ തന്നെ അതിനപ്പുറത്തേക്ക് അവര് ആ ഗാനത്തിന് ജീവൻ പകർന്ന് പാടിയിട്ടുണ്ട് മിക്ക പാട്ടുകളും. അപ്പോ പെർഫെക്ഷൻ എന്നുള്ളൊരു കാര്യത്തിൽ ഓരോ വാക്കിലും ഓരോ വരിയിലും എന്തുമാത്രമാണ് അവര് ശ്രദ്ധ. അത് തന്നെയാണ് ശ്രീ ജി ശ്രീറാം. കാരണം അവർ പാടാത്ത ഭാഷകളില്ല, ഇന്ത്യൻ ഭാഷകളില്ല എന്ന് തോന്നുന്നു. തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ്, ഹിന്ദി, ഒഡിയ, ബംഗാളി, മറാഠി, തുളുവ, അങ്ങനെ പോകുന്നു ആ നീണ്ട ഭാഷകൾ. പക്ഷേ ആ ഓരോ ഭാഷയിലും അവർ പാടുമ്പോൾ ആ ഭാഷക്കാരിയാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പദവിന്യാസമായി കഴിഞ്ഞാലും ആ പദങ്ങളുടെ ആ ലാളിത്യമായി കഴിഞ്ഞാലും അതൊരിക്കലും മറ്റൊരു ഭാഷക്കാരിയാണ് പാടുന്നത് എന്നുള്ള സംശയം പോലും ഉണ്ടാകുന്നില്ല ആസ്വാദകർക്കല്ലേ? അവര് മനസ്സിലാക്കിയാണ് പാടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ മലയാളത്തിൽ പാടുകയാണെങ്കിൽ പോലും നമ്മള് രണ്ടാമതാണ് ചിന്തിക്കുന്നത്, അയ്യോ ഇത് മലയാളി അല്ലല്ലോ എന്നുള്ളത്. നമുക്ക് രണ്ടാമതേ മനസ്സിൽ വരുന്നുള്ളൂ. കാരണം അവര് അത്ര മധുരം നിറച്ചാണ് ഈ പാട്ട് നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് പകർന്നു തരുന്നത്. അവർ ഓരോ വാക്കും മനസ്സിലാക്കിയാണ്, അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് പാടുന്നത്. എങ്ങനെ എക്സ്പ്രഷൻ കൊടുക്കണം ഓരോ പാട്ടിനും. ഇനി സോബറായിട്ടുള്ള അല്ലെങ്കിൽ ദുഃഖം ധനിക്കുന്ന രീതിയിലുള്ള പാട്ടാണെങ്കിൽ അത് വാക്കുകൾക്ക് അത് എങ്ങനെ ഏത് ഭാഗത്ത് കൊടുക്കണമെന്ന് അവര്. അതെ അതെ ശ്രീ ജി ശ്രീറാം, എനിക്ക് തോന്നുന്നു ഈ MS ബാബുരാജിന്റെ ഗാനങ്ങളിലൂടെയാണ് അവർ മലയാളത്തിൽ ചിരപ്രതിഷ്ഠ നേടിയത്, അനശ്വരമായത്. പിന്നീട് അവർ നിരവധി ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ടെങ്കിലും ആ തുടക്കം ഈ MS ബാബുരാജിന്റെ ഒക്കെ ഒരു ഗാന രീതി നമുക്കറിയാം. കൊടുത്ത് പാടിക്കുന്ന ഒരു ശീലം, അതൊക്കെ ആയിരിക്കും അവർക്ക് അനുഗ്രഹമായി മാറിയതല്ലേ? ഉറപ്പായിട്ടും ആദ്യകാലത്തെ സംഗീത സംവിധായകർ ഉറപ്പായിട്ടും അവർക്കത് ആ ഒരു ഇത് പകർന്നു കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് സ്വീകരിക്കാനും കാണിച്ചു തന്ന വഴി ഇരട്ടിയായിട്ട് അത് പ്രകടിപ്പിച്ച് കാണിക്കാനുമുള്ളൊരു കഴിവ് ദൈവം അതുപോലെ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ പാട്ട് തന്നെ ആലോചിച്ചു, ആ ശിങ്കാരവേലനെ എന്നുള്ള ഒരൊറ്റ പാട്ട് തന്നെ മതിയല്ലോ. അത് ഇന്നും ഒരു പുതിയ തലമുറ പോലും ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും ഒന്ന് അതുപോലെ പാടണമെങ്കിൽ ഒരുപാട് പ്രയത്നിക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം. അവരന്ന് നമുക്ക് കേൾക്കുമ്പോൾ വളരെ ഈസി ആയിട്ടാണ് അവരെ അമ്മ നമുക്ക് പാടി തന്നിട്ടുള്ളത്, ആ പാട്ട് ഉൾപ്പെടെയുള്ളത്. അപ്പോൾ ഓരോ ഭാഷയിലും നമ്മളിപ്പോ നമ്മൾ ആകെ കേട്ട അവർ പാടി വെച്ചതിന്റെ ഒരു അംശം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. മറ്റ് പല പല ഭാഷകളിലും എത്ര മനോഹരമായിട്ടുള്ള പാട്ടുകളാണ്, അത് നമ്മൾ ഇന്നും കേട്ടു തീർന്നിട്ടില്ല. അപ്പൊ ആലോചിച്ചു അവരുടെ ഒരു പാട്ടിന്റെ ഒരു വ്യാപ്തി, എന്തുമാത്രം പാട്ടുകളാണ്, ഏതെല്ലാം തരത്തിൽ. കുഞ്ഞുങ്ങൾ പാടുന്നത് പോലെ, അമ്മ കുഞ്ഞിന് വേണ്ടി പാടുന്ന പോലെ, അതൊക്കെ ആ ഭാവം അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ പാട്ട് എടുത്ത് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള പാട്ടായിരുന്നു എന്നും കൂടെ ആലോചിക്കുമ്പോൾ
അപ്പോഴാണ് കൂടുതൽ അത് മനസ്സിലാക്കുന്നത്. അതെ അതെ, താങ്കൾ പറഞ്ഞതുപോലെ ഈ 1962 പുറത്തിറങ്ങിയ കൊഞ്ചും ചിലങ്ക എന്ന തമിഴ് ചിത്രത്തിലെ ആ ശിങ്കാരവേലനെ ദേവ എന്ന പാട്ട്, അങ്ങനെ അത് ഒരു അടിപൊളി പാട്ടായി കഴിഞ്ഞാലും അത് ഏത് ഭാവത്തിലുള്ള പാട്ടായി കഴിഞ്ഞാലും അതൊക്കെയും അത്രത്തോളം ഹൃദ്യമായി അവർ പാടുന്നു. അതൊരു ഈ സംഗീത പ്രതിഭകൾക്ക് പോലും അതിശയമാണല്ലേ. പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു പാട്ടിന്റെ ഒരു വരി അവര് പാടി തുടങ്ങുമ്പോൾ തന്നെ അത് നിറഞ്ഞ് അതിനകത്ത് ശ്രുതിയും ലയവും താളവും നിറച്ചവരെ പകർന്നു തരികയാണ് നമുക്ക്. നമുക്ക് അത് നേരെ ഉള്ളിലോട്ട് നമുക്കങ്ങ് കയറി പോകുന്ന രീതിയിലാണ് അത് പാടി നമുക്കിങ്ങ് തരുന്നത്. പിന്നെ അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്നൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളൊന്നും അവരുടെ മുമ്പിലൊന്നും ഗായകരല്ല എന്നുള്ളതാണ്. എന്നെ പോലൊന്നും ഗായകർ എന്ന് പറയാൻ പോലും മടിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇപ്പൊ പോലും ഈ പാടി വച്ചിരിക്കുന്ന പാട്ടുകൾ നമുക്ക് അതുപോലെ ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കുറെ പാടുപെടേണ്ടിയിരിക്കുന്നു.